നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്പെഷ്യൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിനെ പറ്റിയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഫസ്റ്റ് ടൈപ്പാണ് ബൈനോമിയൽ റാൻഡം വേരിയബിൾ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് ബൈനോമിയൽ റാൻഡം വേരിയബിൾ. അപ്പം ഈ ബൈനോമിയലിനകത്ത് നിങ്ങൾക്ക് തിയറി ആയിട്ട് കൂടുതലൊന്നും പഠിക്കേണ്ട. അപ്പോൾ ഇതിനകത്ത് വരേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ഓർ ഫെയിലർ എന്ന് പറയുന്ന എക്സ്പെരിമെന്റ്സ് വരുന്നതിനകത്താണ് നമുക്ക് ഈ ബൈനോമിയൽ റാൻഡം വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിക്കാൻ നേരത്ത് കൂടുതലും നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ് മീൻസ് suppose that in a random experiment we are interested in the occurrence or non-occurrence of a particular event A. If the event A occurs, we call it a success, and if A does not occur, it is a failure. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഹെഡ് വീഴുന്നു എന്ന് പറയുന്നു. ചിലപ്പോൾ ഹെഡ് ആയിരിക്കില്ല, ടെയിൽ ആയിരിക്കും വീഴുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? ഫെയിലർ പറയുന്നു. ഹെഡാണ് വീഴുന്നതെങ്കിലോ നമ്മൾ സക്സസ് എന്ന് പറയുന്നു. സെയിം അത് തന്നെയാണ് ഈ ബൈനോമിയൽ റാൻഡം വേരിയബിൾസിനകത്ത് വരുന്നത്. ഓക്കെ, we may then regard the random experiment as consisting of just two outcomes, success and failure, and define a random variable with the value 1 if the outcome is success and 0 otherwise. Okay, നമ്മളപ്പം ആ സക്സസിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ 1നെയും then ഫെയിലറിനെ നമ്മൾ 0 ആയിട്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. Okay, such an experiment is called the Bernoulli Experiment or Bernoulli trial, and the corresponding random variable is called the Bernoulli random variable. The probability of success in a Bernoulli trial is usually denoted by P. നമ്മുടെ സക്സസിന് ഇപ്പൊ ബൈനോമിയൽ റാൻഡം വേരിയബിളിൽ നിങ്ങൾക്ക് രണ്ട് ടേംസ് ആണ് വരുന്നത്, ഒന്ന് പിയും ഒന്ന് ക്യൂവും. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് പി ക്യൂ എന്നുള്ള രണ്ട് വേരിയബിൾ ഉണ്ട് എന്ന് ഓർക്കുക. പി എന്ന് പറയുന്നത് സക്സസിനെയും ക്യൂ എന്ന് പറയുന്നത് ഫെയിലിയറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ടോട്ടൽ ഒരു എക്സ്പെരിമെന്റ് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസും ഫെയിലിയറും ഉണ്ടാവുന്നു അല്ലേ. ഇപ്പൊ നമ്മള് കോയിൻ ടോസ് ചെയ്യുമ്പം ഫസ്റ്റ് ചിലപ്പോൾ സക്സസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫെയിലർ ആയിരിക്കാം. ടോട്ടൽ പ്രോബബിലിറ്റി എന്താണ്? ഈക്വൽ ടു 1 അല്ലേ. സോ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, എപ്പോഴും ഓർത്തോളുക, ടോട്ടൽ പ്രോബബിലിറ്റീസ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലർ ഈസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ പി എന്തായിരിക്കും? 1 മൈനസ് ക്യൂ എന്ന് കണ്ടുപിടിച്ചൂടെ ഇല്ലേ? ക്യൂ തന്നിട്ടുണ്ടെങ്കിൽ പി നമുക്ക് കണ്ടുപിടിക്കാം, 1 മൈനസ് ക്യൂ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ രണ്ട് ടേംസ് ഓർക്കുക, പിയും ക്യൂ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് പിയും ക്യൂവും ഉണ്ട്. പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 1 ആണ്. Examples of Bernoulli trial includes rolling a die and observing whether a 6 occurs. Okay, നമ്മളൊരു ഡൈ ഇട്ടുന്നു. ഡൈ ടോസ് ചെയ്യുമ്പോൾ 6 ഒക്കർ ചെയ്യുന്നുണ്ടോ, 6 ആണോ വീഴുന്നത്? 6 വീഴുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സക്സസ് എന്ന് പറയുന്നു. അല്ലാത്ത വേറെ ഏതാണെങ്കിലും അതിന് നമ്മൾ ഫെയിലർ എന്ന് പറയുന്നു. ഓക്കെ, രണ്ട് ഔട്ട്കം അല്ലേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ ഒരു കോയിൻ അല്ലെങ്കിൽ ഒരു ഡൈസ് നമ്മൾ ടോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സ്പെരിമെന്റിനകത്ത് രണ്ട് ഔട്ട്കംസ് തന്നെ ഉള്ളൂ, ഒന്നുകിൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലർ. ഓക്കെ, choosing any one of a set of manufactured items and observing whether it is defective or not. ഓക്കെ, ഏതൊക്കെ ടൈപ്പ് പ്രോബ്ലംസിനകത്താണ് നമ്മൾ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത് കേട്ടോ. ദെൻ ഒബ്സർവിംഗ് വെദർ എ ന്യൂ ബോൺ ചൈൽഡ് ഈസ് എ ഗേൾ ഓർ ബോയ്. ഓക്കെ, ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുന്നു, അത് ആണാണോ പെൺകുഞ്ഞാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്നു എന്നല്ല, നമ്മൾ അതിനെ ഇപ്പൊ പെൺകുഞ്ഞാണ് അതെങ്കിൽ സക്സസ് ആയിട്ട് എടുക്കുന്നു, ബോയ് ആണെങ്കിൽ അത് ഫെയിലർ ആയിട്ട് എടുക്കുന്നു. നമ്മൾ ആ ഒരു ഔട്ട്കം അല്ലെങ്കിൽ ആ ഒരു പ്രോബബിലിറ്റി ഒരു ഗസ്സിങ്ങിന് പറയുന്നതാണ് ആ ഇത്. ഓക്കെ, നമ്മൾ ആ ഒരു ടൈമിലും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. സെൻഡിങ് എ ബിറ്റ് അക്രോസ് എ communication network and examining whether it is received correctly, success or in error, failure, etc. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലംസ് നമുക്ക് തരുമ്പോൾ അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കും. സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിനകത്ത് കുറച്ച് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കും. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഏത് ടൈപ്പിൽ ചെയ്യണം എന്ന് അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഔട്ട്കം അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് വെച്ചിട്ട് ചെയ്യാം. നിങ്ങളുടെ മാർക്കൊന്നും പോവില്ല. ഓക്കെ, ദെൻ എ ബൈനോമിയൽ, അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ നോക്കുകയാണ്. എ ബൈനോമിയൽ റാൻഡം വേരിയബിൾ ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ x having probability distribution p of x is equal to x,
nxcx, ncx, p raised to x, q raised to n minus x, where x is equal to 0, 1, 2, etc. up to n. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ncx ഇത് മുകളിൽ വരുന്നതല്ല, ഇതില്ലേ കോമ്പിനേഷണൽ ncx. ഓക്കെ, അതാണ് വരുന്നത് കേട്ടോ. ncx, p raised to x, q raised to n minus x. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരേ ഒരു ഡെഫിനിഷൻ ആണ് ncx, p raised to x, q raised to n minus x. ഓക്കെ, ബൈഹർട്ട് ചെയ്തോളാം, എപ്പോഴും അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പം ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നതെങ്കിൽ അതിനകത്ത് രണ്ട് ടേംസ് ഉണ്ടായിരിക്കും, പിയും ക്യൂവും. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ, പിയും ക്യൂവും ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരേ ഒരു ഇക്വേഷൻ ആണ് ncx, p raised to x, q raised to n minus x. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ n ആണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണോ ചേഞ്ച് വരുന്നത് അതേ ചേഞ്ച് തന്നെ ഇവിടെയും വന്നിരിക്കണം. ഇവിടെ എക്സ് ആണ് വന്നിരിക്കുന്നത്, ആ എക്സ് ആണ് പിയുടെ സഫിക്സ് പി റൈസ് ടു എക്സ് ആയിട്ടും ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ആയിട്ടും വന്നിരിക്കുന്നത്. ഓക്കെ, വെയർ 0 ലെസ് ദാൻ പി ലെസ് ദാൻ 1 ആൻഡ് ക്യൂ ഈക്വൽ ടു 1 മൈനസ് പി. നിങ്ങൾക്കറിയാം. വി ഓൾസോ സേ ദാറ്റ് എക്സ് ഫോളോസ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. We can regard x as a random variable that counts the number of successes in n independent repetitions of Bernoulli experiment in which the probability of success is p. Okay, നമുക്ക് ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ബൈനോമിയൽ റാൻഡം വേരിയബിളിനകത്ത് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് p of x is equal to x equal to ncx, p raised to x, q raised to n minus x. പിന്നെ ഏതാണ് p is equal to 1 minus q അല്ലെങ്കിൽ p plus q is equal to 1. Then the probability distribution of binomial random variable is completely determined by the numbers n and p called the parameters of the distribution A. Binomial random variable x with the parameters np is denoted by bnp, binomial of np. Okay, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു ടേം ഇപ്പം യൂണിവേഴ്സിറ്റി എക്സാമിനായാലും ശരി, 1 മാർക്ക് 2 മാർക്ക് 1 മാർക്ക് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും എക്സാമിനേഷൻസ് എഴുതാൻ പോകുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഒരു ടേം BNP എന്നുണ്ടെങ്കിൽ ഓർക്കേണ്ടത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് രണ്ട് പാരാമീറ്റേഴ്സ് എന്നിനെയും പിയെയുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ആ പ്രോബബിലിറ്റി ഓഫ് പി ആണ്. പി ഉണ്ടെങ്കിൽ നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടും, 1 മൈനസ് പി ആണ്. എൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബി ഓഫ് എൻ പി എന്ന് കണ്ടു കഴിഞ്ഞാൽ ബൈനോമിയൽ ഓഫ് എൻ പി, ആ പാരാമീറ്റേഴ്സിനെയാണ് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, യൂഷ്വലി റൈറ്റ് എക്സ് ബിലോങ്സ് ടു ബി എൻ പി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു പ്രൂഫ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം അതിൽ നമ്മൾ എങ്ങനെയാണ് എത്തുന്നത്, നമുക്ക് മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും അതിൻ്റെ ഒരു അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രം നമ്മൾ ഓർത്തിരിക്കണം. മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് അല്ലെങ്കിൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാണ്. അപ്പം ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 0 to n എക്സ് പി ഓഫ് എക്സ്. ഓക്കെ, ദെൻ ഇവിടോട്ട് പി ഓഫ് എക്സ് എന്താണ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ എന്താണ് ഫോർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? NCX, p raised to x, q raised to n minus x ആണല്ലോ. ദെൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, വാട്ട് ഈസ് NCX? NCX എന്താണ്? NCX combination of x, okay, which is equal to n factorial divided by x factorial into n minus x factorial. Okay, അപ്പം ഇതെന്താണോ തന്നിരിക്കുന്നത് അതിൻ്റെ എക്സ്പാൻഷൻ ആണ് n ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് എക്സ് ഫാക്ടോറിയൽ. നിങ്ങളുടെ കാൽക്കുലേറ്ററിനകത്ത് NCX കോമ്പിനേഷൻ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല, ഇപ്പം നിങ്ങൾ വേറെ എക്സാമിനേഷൻസിന് പോകുമ്പോൾ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ വളരെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫോർമുലയും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, n ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് എക്സ് ഫാക്ടോറിയൽ. എന്താണ് ഈ എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്? എക്സ് മുതൽ 1 വരെ ഉള്ള മൾട്ടിപ്ലിക്കേഷൻ വരുന്നതാണ് അല്ലേ. ഇപ്പം 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കെ, 6 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അങ്ങനെ പോകുന്നതല്ലേ. സോ ഈ എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും?
എക്സ് ഫാക്ടോറിയൽ ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സെട്ര അപ് ടു 1 വരെ അല്ലേ? അപ്പോൾ നോക്കിയാൽ ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടുത്തെ ഒരു എക്സും തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? എക്സ് ഫാക്ടോറിയൽ ഒരു എക്സ് ഫാക്ടോറിയൽ ഒരു എക്സ് പോകുമ്പം ഇതെന്തായി മാറും? എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ആയിട്ട് മാറും അല്ലേ? സോ ഇതെന്തായി മാറുന്നു? എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ആയിട്ട് മാറുന്നു. എൻ ഫാക്ടോറിയൽ ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ഇത് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? എൻ സി എക്സ് എന്ന് പറയുന്നത് എന്താണ് വന്നിരിക്കുന്നത്? ഇ എന്നും സെയിം ആയിരിക്കും. ഈ സഫിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഇ എക്സും സെയിം ആയിരിക്കും അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ആയില്ലേ? ഞാൻ ഇവിടെ ഒന്ന് എഴുതുവാണ്, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന് വന്നു അല്ലേ? നമുക്ക് ഈ ഒരു ടേമുമായിട്ട് അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഫംഗ്ഷനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പാടല്ലേ? അതുകൊണ്ട് നമ്മൾ ആ ഒരു ടേമിലോട്ട് മാറ്റാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതിനെ എൻ മൈനസ് 1 ഫാക്ടോറിയലോട്ട് ആക്കുന്നു. ഇത് എൻ മൈനസ് 1 ഫാക്ടോറിയൽ ആകുമ്പോൾ അവിടെ ഒരു എൻ ഉണ്ടല്ലോ, ആ എന്നിനെ പുറത്തോട്ടാക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് എൻ മൈനസ് 1 ഫാക്ടോറിയൽ ആയി. ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ഓൾറെഡി ഉണ്ട്, ഇതിനെ എൻ മൈനസ് എക്സ് എന്ന് നമ്മൾ തന്നെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, ദെൻ ഇതെന്തായി? പി റൈസ് ടു എക്സ് മൈനസ് 1 എന്നായി. എന്തുകൊണ്ടാണ്? എൻ സി എക്സിനകത്ത് വന്നത് എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ആയിരുന്നു. ഈ എൻ തന്നെയാണ് ഇവിടെ വന്നിരുന്നത്. സോ ഇവിടെ എന്തായി? ഇവിടെ എൻ മൈനസ് 1 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് -1 ഒരു +1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും സെയിം ആവുന്നുണ്ട് അല്ലെ? അപ്പൊ എന്നിന്റെ വാല്യൂ ചേഞ്ചസ് ടു n - 1 എന്നായി. ഓക്കെ, എക്സിന്റെ വാല്യൂ ചേഞ്ചസ് ടു x - 1 എന്നായി. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ p റൈസ് ടു x - 1 വരണമെന്നുണ്ടെങ്കിൽ ഒരു p കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യുകയും ചെയ്യണ്ടേ? അതുകൊണ്ടാണ് ഒരു p ഇപ്പുറത്ത് വന്നത്. ആ ഡിവൈഡ് ചെയ്ത p യെ മുകളിലോട്ട് എടുത്തു p റൈസ് ടു x - 1 എന്നാക്കി. ഓക്കെ, അപ്പൊ q റൈസ് ടു n - x എന്ന് തന്നെ കിടക്കും. കാരണം എന്തുകൊണ്ടാ? അവിടെ ഒരു -1 എന്നും +1 എന്നും ഇട്ട് കൊടുക്കുമ്പോൾ അത് ക്യാൻസൽ ആയി പോകുന്നതാണ്. സോ അവിടെ നമ്മൾ അങ്ങനെ തന്നെ ഇട്ടിരുന്നാലും മതി. -1ഉം +1ഉം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെയിം പോലെ കിടക്കും, പക്ഷെ അതിന്റെ കാര്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടേം കിട്ടി ഇല്ലേ? ഈ ഒരു ടേമിനെ ഞാനൊരു സിംഗിൾ ടേം ആയിട്ട് കൺവേർട്ട് ചെയ്തു. എം ഫാക്ടോറിയൽ, ഈ n - 1 ഫാക്ടോറിയലിനെ എം ഫാക്ടോറിയൽ ആയിട്ട് എഴുതി. എം ഫാക്ടോറിയൽ ബൈ വൈ ഫാക്ടോറിയൽ ഇൻറ്റു എം - വൈ ഫാക്ടോറിയൽ. എം - വൈ ഫാക്ടോറിയൽ ഇതെന്തായി? x - 1 y എന്നാ കൊടുത്തേ. p റൈസ് ടു y, q റൈസ് ടു m - y. സെയിം ഇതേപോലൊക്കെ തന്നെയുള്ള ഒരു ഫംഗ്ഷനിലോട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തു. സോ എന്നും പിയും പുറത്തുണ്ട്. ഇതെന്തായി മാറി? സിഗ്മയുടെ വാല്യൂ x = 1 to n എന്നായി ആയില്ലേ? കാരണം x = 0 to n എന്നായിരുന്നു. അവിടെ നമ്മൾ എക്സിന്റെ വാല്യൂസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പം x - 1 ഫാക്ടോറിയൽ 2 എന്ന് പറഞ്ഞുകൊണ്ട് വന്നു ഇല്ലേ? അപ്പൊ ആ ഒരു കേസിൽ ആ സിഗ്മയുടെ വാല്യൂ 1 to n എന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ദെൻ ഇനി എന്താണ്? നമ്മൾ അതിനെ എമ്മിന്റെ ടേംസിലോട്ട് മാറ്റി നമുക്ക് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ നേരത്തെ കിട്ടിയ ഇക്വേഷൻസ് പോലെ തന്നെ മാറ്റാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് എൻ പി സിഗ്മ വൈ ഈക്വൽ ടു 0 to m. കാരണം വീണ്ടും അത് 0 വന്നു. എന്തുകൊണ്ടാണ്? അത് വൈയുടെ വാല്യൂവിലാണ് അല്ലെ? 0 to m m c y p y q റൈസ് ടു m - y എന്ന് കിട്ടുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ ബി എൻ പി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനെ നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റി p + q ആണെന്ന് അല്ലേ? സോ ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് p + q ഹോൾ റൈസ് ടു n എന്നും കൂടെ എഴുതാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു ഡെഫിനിഷനും കൂടെ ഉണ്ട്. ഇതിനെ p + q ഹോൾ റൈസ് ടു n എന്ന് എഴുതാൻ പറ്റും. ഏതിനെ? NCx p റൈസ് ടു x q റൈസ് ടു n - x ഈക്വൽ ടു p + q ഹോൾ റൈസ് ടു n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എന്താണ് p + q? 1 ആണ്. 1 റൈസ് ടു n ടോട്ടൽ പ്രോബബിലിറ്റിയുടെ വാല്യൂ ആയിട്ട് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ എം സി വൈ പി റൈസ് ടു വൈ ക്യൂ റൈസ് ടു m - y എന്ന് വന്നു. m ഈക്വൽ ടു n - 1 എന്നും y ഈക്വൽ ടു x - 1 എന്നും നമ്മൾ എടുത്തതും കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ എൻ പി ആണ് ആൻസർ വരുന്നത്. എന്തുകൊണ്ടാണ്? എൻ പി ഇൻറ്റു ഇത്രയും ടേം വന്നില്ലേ? ഈ ടേം വന്നില്ലേ? ഈ ടേമിനെ നമുക്ക് p + q ഹോൾ റൈസ് ടു m എന്നുള്ള ഫംഗ്ഷനായിട്ട് മാറ്റാം. അതെന്ന് പറയുന്നത് 1 ആണ്. സോ എൻ പി എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ആണ് നമ്മൾ ചെയ്തത്. ആ മീൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്
NP എന്നാണ്. മറന്നു പോവല്ല. Mean of a binomial distribution is NP. Okay. Then thus we have E of x is equal to NP. Since variance of x is equal to E of x square minus E of x the whole square, we need to estimate E of x square first. Okay, നമ്മളപ്പോൾ E of x നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് E of x square കണ്ടുപിടിക്കണം. E of x square കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് E of x into x minus 1 ആണ് നമ്മൾ ചെയ്യുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് പോർഷൻ ഒന്ന് നോക്കാം. ലാസ്റ്റ് പോർഷൻ നോക്കുമ്പോഴേ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ. E of x into x minus 1 എന്താണ് എക്സ്പാൻഡ് ചെയ്യുമ്പം E of x square minus E of x എന്നല്ലേ വരിക അല്ലേ? നമുക്ക് വേണ്ടുന്നതും ഇതല്ലേ? ഈ E of x ന്റെ സ്ക്വയർ വരുന്നതാണല്ലോ നമ്മളുടെ എന്ത് വേരിയൻസ് ആയിട്ട് വരുന്നത് അല്ലേ? അപ്പം നമുക്ക് E of x into x minus 1 ചെയ്യുമ്പോൾ E of x square ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു എളുപ്പ മാർഗത്തിന് വേണ്ടി നമുക്ക് ഡയറക്ട്ലി അത് E of x square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് E of x into x minus 1 ഇട്ട് നമ്മൾ ഫസ്റ്റ്ലി ചെയ്തു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, E of x square ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് E of x into x minus 1 ഇട്ടാണ്. ഓക്കെ, which is equal to sigma x is equal to 0 to n, x ന്റെ സ്ഥാനത്ത് കിടക്കുന്ന x into x minus 1 ആണ്, into n factorial by x factorial into n minus x factorial p raised to x q raised to n minus x. നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ. അപ്പം ഇവിടെ നിന്നും ക്യാൻസൽ ആക്കി കളയുന്നു. നേരത്തെ പോലെ തന്നെ ക്യാൻസൽ ആക്കി കളയുവാണ്. ക്യാൻസൽ ആക്കി കളയുമ്പോൾ ഇവിടുന്ന് 2 ടേം പോകുന്നുണ്ട്. സോ n minus 2 factorial by x minus 2 factorial into n minus x factorial. അപ്പം ഇവിടെ ഇതിനെ x minus 2 ആക്കാൻ വേണ്ടി p സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ഡിവൈഡ് ചെയ്തതാണ് ഇവിടെ വന്നത്, മൾട്ടിപ്ലൈ ചെയ്തത് ഇവിടെ വന്നു. ഓക്കെ, ദെൻ നമ്മൾ എന്നിന്റെ ടേം n minus 2 ഫാക്ടോറിയൽ ആക്കാൻ വേണ്ടി അവിടെ നിന്ന് എടുക്കുന്നത് n into n minus 1നെയാണ്. സോ n into n minus 1 into p സ്ക്വയർ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നേരത്തെ ചെയ്തതുപോലൊക്കെ തന്നെ. ദെൻ ഈ പോർഷൻ എന്താവുന്നു? സിഗ്മ x is equal to 2 to n minus 2 factorial by x minus 2 factorial into n minus x factorial into p raised to x minus 2 q raised to n minus x എന്ന് വരുന്നു. ഇതെന്താണ്? ഇത്രയും ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? p plus q whole raised to m എന്ന് നമ്മൾ എഴുതിയില്ലേ? സെയിം അതേപോലൊക്കെ തന്നെ ഇതിനെ y-യുടെയും m-ന്റെയും ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം ആ ടേം ഈക്വൽ ടു 1 ആയിട്ട് അങ്ങ് പോകും. ഓക്കെ, p plus q whole raised to m എന്ന് പറയും. p plus q equal to 1 ആണ്. 1 raised to m എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ n into n minus 1 into p സ്ക്വയർ എന്ന് കിട്ടുന്നു. ദെൻ ഇതാണ് നമുക്ക് E of x into x minus 1 എന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? n into n minus 1 into p സ്ക്വയർ is equal to E of x into x minus 1 എന്ന് കിട്ടുന്നു. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം E of x സ്ക്വയർ മൈനസ് E of x എന്ന് കിട്ടുന്നു. വാട്ട് ഈസ് E of x? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് E of x എന്ന് പറയുന്നത് എന്താണ്? മീൻ NP ആണ്. സോ NP എന്നിട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുന്നു. n സ്ക്വയർ മൈനസ് n ഇൻറ്റു പി സ്ക്വയർ അല്ലേ? n സ്ക്വയർ മൈനസ് n ഇൻറ്റു പി സ്ക്വയർ എന്ന് കിട്ടും. E of x സ്ക്വയർ ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് 1 പി സ്ക്വയർ പ്ലസ് NP. ദെയർഫോർ വേരിയൻസ് എന്താണ്? E of x സ്ക്വയർ മൈനസ് E of x ദ ഹോൾ സ്ക്വയർ. വാട്ട് ഈസ് E of x? NP ആണ്. NPയുടെ സ്ക്വയർ വരണം. അപ്പൊ E of x സ്ക്വയർ എന്ന് പറയുന്നത് ഇത്രയാണ്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദെൻ E of x സ്ക്വയർ എന്ന് പറയുമ്പോൾ n സ്ക്വയർ പി സ്ക്വയർ. ദെൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴോ n സ്ക്വയർ മൈനസ് n സ്ക്വയർ ഇൻറ്റു പി സ്ക്വയർ. ഓക്കെ, ഇതിന്റെ എക്സ്പാൻഷൻ ഇവിടെ വന്നിട്ടില്ല. വിച്ച് ഇസ് ഇംപ്ലൈസ് n സ്ക്വയർ പി സ്ക്വയർ മൈനസ് n പി സ്ക്വയർ പ്ലസ് NP മൈനസ് n സ്ക്വയർ പി സ്ക്വയർ. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകുന്നു. ഓക്കെ, ബാലൻസ് കിട്ടുന്നത് NP മൈനസ് NP സ്ക്വയർ. ഓക്കെ, ദെൻ NP ഇൻറ്റു ഇവിടെ നിന്ന് 1 മൈനസ് പി എന്ന് കിട്ടും. വാട്ട് ഈസ് 1 മൈനസ് പി? 1 മൈനസ് പി എന്താണ്? Q അല്ലേ? ഓക്കെ, P പ്ലസ് Q ഈസ് ഈക്വൽ ടു 1 ആണ്. Q ഈക്വൽ ടു 1 മൈനസ് പി ആണ്. സോ NPQ എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പൊ വേരിയൻസ് എന്തായിട്ട് കിട്ടി? NPQ ആയിട്ട് കിട്ടി. Then thus for a binomial random variable x b of NP അതിന്റെ പാരാമീറ്റേഴ്സ് ആണ് n ഉം p യും. മീൻ E of x എന്ന് പറയുന്നത് NP ആയിട്ടും കിട്ടി. വേരിയൻസ് എന്ന് പറയുന്നത്
NPQ ആയിട്ടും കിട്ടി. മറക്കരുത്, വേരിയൻസ് ഈസ് NPQ ആൻഡ് മീൻ എന്ന് പറയുന്നത് NP ആണ്. ഓക്കെ, അപ്പം ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ആൻഡ് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള പ്രൂഫാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. നിങ്ങളത് ഓർത്തിരിക്കണം. ദെൻ മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് NP ആണ്, വേരിയൻസ് എന്ന് പറയുന്നത് NPQ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആൻ എക്സാമ്പിൾ. A communication setup consists of 5 subsystems, each of which may fail independently with probability 0.15. The system will work if at least 3 of the subsystems operate correctly. What is the probability that system will work? System work ചെയ്യാനുള്ള probability നമ്മൾക്ക് കണ്ടുപിടിക്കണം. Okay, then what is the expected number of correctly working subsystems? Expected numberും കണ്ടുപിടിക്കണം. Expected എന്ന് പറയുമ്പോൾ E of x വരുന്നത്. Okay, if അതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്, if a subsystem work perfectly, we regard it as a success with the probability P equal to 1 minus 0.15. കാരണം എന്താണ്, അവർ തന്നിരിക്കുന്നു ഫെയിൽ ആകുന്നതിന്റെ പ്രോബബിലിറ്റി ആണ് 0.15. ഫെയിലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, Q വെച്ചിട്ടല്ലേ. അപ്പൊ P എന്തായിരിക്കും, 1 minus Q which is equal to 0.85 നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പം പ്രോബബിലിറ്റി P കണ്ടുപിടിച്ചത് മനസ്സിലാക്കി. Then let x denote the number of subsystems that work right. That x is BNP with n equal to 5 and P equal to 0.85. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് സിസ്റ്റത്തിനകത്ത് എത്ര സബ്സിസ്റ്റംസ് ഉണ്ട്, 5 സബ്സിസ്റ്റംസ് ആണുള്ളത്. അപ്പൊ n എന്ന് പറയുന്നത് 5 ആണ്, പിന്നെ ഫെയിൽ ആകുന്നതിന്റെ പ്രോബബിലിറ്റി 0.15 ആണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, P കണ്ടുപിടിച്ചു. ദെൻ അപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, N ഉം P യും. അത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദെൻ സിസ്റ്റം കറക്റ്റ്ലി വർക്ക് ചെയ്യണം അല്ലെ. ദ സിസ്റ്റം വിൽ വർക്ക് ഇഫ് അറ്റ്ലീസ്റ്റ് 3 ഓഫ് ദ സബ്സിസ്റ്റംസ് ഓപ്പറേറ്റ് കറക്റ്റ്ലി. 3 എണ്ണമെങ്കിലും, 5 എണ്ണത്തിൽ 3 എണ്ണമെങ്കിലും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ സിസ്റ്റം വർക്ക് ആവത്തുള്ളൂ, കറക്റ്റ് ആയിട്ട് വർക്ക് ആവത്തുള്ളൂ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സിസ്റ്റം വിൽ വർക്ക്? സിസ്റ്റം വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ നമ്മൾ എടുക്കുന്നു P of x is equal to K. നമുക്കറിയാം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് P of x എന്താണ്, NCx, P raised to x, Q raised to n minus x. ഓക്കെ, ഇവിടെ എക്സിന് പകരം K ആണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ 5CK, 0.85K, 0.15, 5 minus K. Kയുടെ വാല്യൂസ് 0 മുതൽ 5 വരെ, n വരെയാണ് വരുന്നത്. ഓക്കെ, ദെൻ system will work if at least 3 of the subsystems operate correctly. That is, if x is greater than or equal to 3, greater than or equal to 3 ആകുന്ന സമയത്താണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ വരാം, P of x is equal to 3, x is equal to 4 and x is equal to 5. അത് മാത്രമല്ലേ വരുള്ളൂ, 3 വരും, 4 വരും, 5 വരും. ദെൻ 5C3, 0.85 ക്യൂബ്, 0.152. കാരണം എക്സിന്റെ വാല്യൂസ് കിട്ടി, 3 എന്നും 4 എന്നും 5 എന്നും. അത് ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴുള്ള വാല്യൂസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0.97 കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്തു നോക്കണം, കാരണം NCx കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ 0.95 എന്ന് നമുക്ക് കിട്ടി. ദെൻ എക്സ്പെക്ടഡ് നമ്പർ ഓഫ് പ്രോപ്പർലി വർക്കിംഗ് സബ്സിസ്റ്റം ഈസ് E of x. നമുക്കറിയാം എക്സ്പെക്ടഡ് വർക്ക് എന്ന് പറയുന്നത് E of x ആണെന്ന്. E of x എന്താണ് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ആണ് E of x എന്ന് പറയുന്നത്. E of x എന്താണ്, NP ആണ് അല്ലെ. E of x is equal to NP ആണ്. N equal to 5 ആണ്, P എന്ന് പറയുന്നത് 0.85 ആണ്. അപ്പൊ എക്സ്പെക്ടഡ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്ട്ലി കിട്ടും. The average we expect 4 subsystems to operate properly and we can be pretty sure that the whole system will work. Okay, അപ്പം expected working subsystems എന്ന് പറയുന്നത് നമുക്ക് 4.25 എന്നാണ് കിട്ടിയേക്കുന്നത്. ഇപ്പൊ 25 എന്ന് പറയുന്നത് നമുക്ക് 5നേക്കാളും കൂടുതലാണ്, നമുക്ക് 5 എന്ന് പറയാമായിരുന്നു. ഇപ്പം 0.25 ആണ്. സോ നമുക്ക് 4 subsystems എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, 4 subsystems എങ്കിലും വർക്ക് ചെയ്യണം എന്നാണ് നമ്മുടെ എക്സ്പെക്ടേഷൻസ്. ഓക്കെ, അപ്പം നമ്മുടെ ബൈനോമിയൽ വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. അപ്പൊ എവിടെയും ബൈനോമിയൽ സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട് പറയുന്നില്ല, പക്ഷേ തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് നമുക്ക് ബൈനോമിയൽ യൂസ് ചെയ്യാനാണ് വളരെ
എളുപ്പം അല്ലെ. തന്നിരിക്കുന്നു കമ്മ്യൂണിക്കേഷൻ സെറ്റപ്പ് കൺസിസ്റ്റ് ഓഫ് 5 സബ്സിസ്റ്റംസ്, 5 സബ്സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ n നമുക്ക് 5 കിട്ടി. ഈച്ച് ഓഫ് വിച്ച് മേ ഫെയിൽ ഇൻഡിപെൻഡന്റ്ലി വിത്ത് പ്രോബബിലിറ്റി 0.15. ഇവിടെയും 2 കാര്യങ്ങളേ ഉള്ളൂ, ഫെയിലും സക്സസും. ഓക്കെ, സോ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, ഫെയിലിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.15 ആണ്. ദ സിസ്റ്റം വിൽ വർക്ക് ഇഫ് അറ്റ്ലീസ്റ്റ് 3 ഓഫ് ദി സബ്സിസ്റ്റംസ് ഓപ്പറേറ്റ് കറക്റ്റ്ലി. അവിടെ അതിന്റെ ഉള്ള ഒരു കണ്ടീഷൻ അവർ തന്നിട്ടുണ്ട്. സിസ്റ്റം വിൽ വർക്ക് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് 3 ഓഫ് സബ്സിസ്റ്റംസ് operate correctly. What is the probability that the system will work? System work ചെയ്യാനുള്ള probability. That means x എന്ന് പറയുന്ന വാല്യൂ 3യേക്കാളും കൂടുന്നു, 3യോ 3യേക്കാളും കൂടുതലോ വരുമ്പോൾ മാത്രമേ സിസ്റ്റം വർക്ക് ചെയ്യുന്നുള്ളൂ അല്ലെ. അതാണ് ഈ വന്നിരിക്കുന്നത് p of x greater than or equal to 3 എന്ന് പറയുന്നത്. Then what is the expected number of correctly working subsystems? Expected value of number of correcting subsystems എന്ന് പറയുമ്പോൾ e of x ആണ്. e of x എന്ന് പറയുന്നത് np ആണെന്ന് നിങ്ങൾക്കറിയാം. അതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം അതിന്റെ വാല്യൂ 4.25 ആണ് കിട്ടിയത്. സോ 4 ആണ് നമ്മളുടെ വാല്യൂ. ഓക്കെ.